സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി LGS എക്സാം അടുത്ത് വരുന്നു. 10th പ്രിലിംസ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണിത്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാം. LGSന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, കബനി എന്നിവ ഓപ്ഷൻസിലുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. നീളം കൂടിയ നദി പെരിയാർ. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് ആരാണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? 1920-ലാണ്. 1920-ലാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. 1920-ലാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. 1920-ലാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഗോഡ്വിൻ ഓസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് പദ്ധതി. മഹാനദിയിലാണ് ഹിരാക്കുഡ് പദ്ധതി. ഈ മഹായും ഹിരായും ഒക്കെ നോക്കി വെക്കുക. മഹാനദിയിലാണ് ഹിരാക്കുഡ് പദ്ധതി. മഹാനദിയിലാണ് ഹിരാക്കുഡ് പദ്ധതി. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഏതാണ്? കവരത്തി ആണ്. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി. കവരത്തി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം. കവരത്തി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? മുംബൈ ആണ്. മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം. മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അത് ഒരിക്കലും മറക്കരുത്. ബേസിക്കായ ക്വസ്റ്റ്യൻസ് ആണിത്. ഇതിനപ്പുറം ഡീറ്റെയിൽസ് പഠിക്കണം. അപ്പോൾ ബേസിക്കായി ഈ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുക. ആ മാർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി കൂടി പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം മുംബൈ. നെക്സ്റ്റ്, ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. റഷ്യ, USSR. സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല സോവിയറ്റ് യൂണിയനുമായി കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം. പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. 1526-ലാണ് ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിക്കുന്നത്. 1526-ലാണ് ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിക്കുന്നത്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ. സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ. സമുദ്രഗുപ്തൻ ഇന്ത്യൻ നെപ്പോളിയൻ.
ഇനി ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഒന്നുകൂടി, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ളതാണ് എന്ത്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം. ഓക്കെ, ബാലഗംഗാധര തിലകൻ അവരെക്കുറിച്ചുള്ളതാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകനെ കുറിച്ച് ഉള്ളതാണ്. നെക്സ്റ്റ്, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേ മാതരം എന്ന ഗാനം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. വന്ദേ മാതരം ആനന്ദമഠം എന്ന് കണക്ട് ചെയ്യാം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. വീരേശലിംഗം പറഞ്ഞ വാക്കുകളാണ് വീരേശലിംഗം. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്തത്, വരിക സഹചര്യെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? വരിക സഹചര്യെ വലിയ സഹന സമരമായി എന്ന് പറയുന്നത് ആരാണ്? അംശി നാരായണപിള്ള. വരിക സഹചര്യെ അംശി നാരായണപിള്ള പറഞ്ഞതാണ്. അങ്ങനെ സഹന സമരമായി അംശി നാരായണപിള്ള. വരിക അംശി നാരായണ. വരിക സഹചര്യെ വലിയ സഹന സമരമായി അംശി നാരായണപിള്ള സാർ പറഞ്ഞതാണെന്ത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി അതിന് ശക്തി പകരാൻ വേണ്ടി അംശി നാരായണപിള്ള പറഞ്ഞ രചിച്ച വരികളാണെന്ത്? വരിക സഹചര്യെ വലിയ സഹന സമരമായി. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന 3-ാം ഭാഗത്തിൽ ഏതാണത്? മൗലിക അവകാശങ്ങൾ. 3-ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങൾ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ 24 മണിക്കൂറിന് അകം കോടതിയിൽ ഹാജരാക്കണം. അടുത്തത്, പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് ഏത് വർഷം? പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് എന്നാണ്? 1980. ലോക വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 ലോക വനിതാ ദിനം. മാർച്ച് 8 ലോക വനിതാ ദിനം. അടുത്തത്, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? ചെങ്കോട്ട. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ 2017 KJ യേശുദാസ്. അടുത്തത്, PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് എന്നാണ്? 2017 ഫെബ്രുവരി 15. ഓക്കെ, അത് പോട്ടെ. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഗുസ്തിയാണ്. അപ്പോൾ സാക്ഷി മാലിക്ക് ഗുസ്തി എന്ന് പഠിച്ചു വെച്ചേക്കുക. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഗുസ്തിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം, മൗലാന അബ്ദുൽ കലാം ആസാദ്.
മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഭക്രാനങ്കൽ. ഭക്രാനങ്കലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. വിവിധങ്ങളായ ഉദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കൽ. അടുത്തത് 1896 1896 ഈഴം മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തവരാണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തവരാണ്? ഡോക്ടർ പൽപ്പു. നെക്സ്റ്റ്, കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയാണ്? കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം പത്തനംതിട്ടയിലാണ്. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം എവിടെയാണ്? പത്തനംതിട്ട. അടുത്തത്, ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഫ്രഞ്ച് 1789. ഇനി ഏതു രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? 50 സ്റ്റാറുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? യുഎസിലാണ്. യുഎസിൻ്റെയാണ് 50 സ്റ്റാർസ്. യുഎസ് 50 സ്റ്റാർസ്. യുഎസ് 50 സ്റ്റാർസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ലോക്സഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം എത്രയാണ്? 1 മണിക്കൂർ. 0 അവറിൻ്റെ ദൈർഘ്യം 1 മണിക്കൂർ. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. ഇപ്പോഴും ചോദിക്കാറുണ്ടതല്ല. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. പിന്നെ ഫാസിസത്തിൻ്റെ വക്താവ്. ഫാസിസം മുസോളിനിയാണ്. ഫാസിസത്തിൻ്റെ വക്താവ്. മുസോളിനി ഫാസിസം. നെക്സ്റ്റ്, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ISRO സ്ഥാപിച്ചത് എന്നാണ്? ISRO സ്ഥാപിതമായത് 1969. ISRO 1969. ISRO 1969. 69 ISRO സ്ഥാപിതമായത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല ഏതാണത്? കണ്ണൂർ. എപ്പോഴും ചോദിക്കുന്നുണ്ടത്. സാക്ഷരതാ ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഈ അടുത്ത 25 ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണിത്. സാക്ഷരതാ ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഓക്കെ. അടുത്തത്, ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം. ഇപ്പോൾ 10th പ്രിലിംസിന് ചോദിച്ചത് അതായിരുന്നു. ഒളിമ്പിക്സിൽ ആദ്യം പങ്കെടുത്ത ആൾ PT ഉഷ. അതാ ചോദിച്ച ചോദ്യം. ഇപ്പോൾ ഇവിടെ ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ.
നെക്സ്റ്റ്, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. ഇനി, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി വി പി മേനോൻ. വി പി മേനോൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണിത്. വി പി മേനോൻ. അടുത്തത്, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ആരാണ്? ഡച്ചുകാർ. യുദ്ധം ഡച്ചുകാരുമായിട്ടാണ് യുദ്ധമുണ്ടായെന്ന് ഓർക്കുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ആരാണ്? ഡച്ചുകാർ. ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. ചാമ്പൽ, ചിന്നാർ, നക്ഷത്രാമ. ചാമ്പൽ, ചിന്നാർ. ഓക്കെ, ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും അല്ലേ കാണുന്നത് ചിന്നാർ. എപ്പോഴും ചോദിക്കുന്ന, റെയർ ആയിട്ട് പഠിക്കേണ്ടത് എപ്പോഴും ചോദിക്കും കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഭാരതരത്നം. ഭാരതരത്നമാണ്. ഭാരതരത്നം. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്ന് രവീന്ദ്രനാഥ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ? അറിയാം. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു അല്ലേ? ഓക്കെ, അപ്പോൾ കഴ്സൺ പ്രഭുവാണ് 1905 കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. നിങ്ങൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ? അവൻ്റെ പിക്ചറൊക്കെ നമ്മുടെ മുഖത്തന്നിങ്ങനെ ഇരിപ്പുണ്ട് ഇങ്ങനെ അല്ലേ? അദ്ദേഹം കുറേ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഈവൻ +2 പോലും ഭയങ്കര മാറ്റം കൊണ്ടുവന്നു. കുറേ ഫെയിലിയറായിപ്പോയി അല്ലേ? അങ്ങനെ ഫസ്റ്റ് ഇയർ കിട്ടാത്ത അവസ്ഥകളൊക്കെ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വീണ്ടും ഒന്ന് സമാധാനിച്ച് വീണ്ടും നല്ല കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നല്ല കാര്യം. അപ്പോൾ അത് കൊണ്ടുവരാനും അവർക്കറിയാം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കും അല്ലേ? നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ പറഞ്ഞ് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ അത്ര വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. താങ്ക് യു.